ട്രംപിന്റെ ഭരണകൂടം പൗരത്വ നിയമങ്ങളിൽ വലിയ മാറ്റങ്ങൾ വരുത്തിയിരിക്കുകയാണ്. USCIS അഥവാ US സിറ്റിസൺഷിപ്പ് ആൻഡ് ഇമിഗ്രേഷൻ സർവീസസ് ഒരാളുടെ നല്ല സ്വഭാവം എങ്ങനെ വിലയിരുത്തും എന്നതിലാണ് പ്രധാന മാറ്റം. കുറ്റകൃത്യങ്ങളുടെ പശ്ചാത്തലം മാത്രം പരിശോധിക്കുന്ന രീതി മാറ്റി കൂടുതൽ കാര്യങ്ങൾ ശ്രദ്ധിക്കാനാണ് പുതിയ നിർദ്ദേശം. 2025 ഓഗസ്റ്റ് 15-ന് USCIS ഒരു പുതിയ പോളിസി മെമ്മോറാണ്ടം പുറത്തിറക്കി. ഇതിൽ പൗരത്വത്തിന് അപേക്ഷിക്കുന്നവരുടെ നല്ല കാര്യങ്ങളും മോശം കാര്യങ്ങളും ഒരുപോലെ പരിഗണിക്കണമെന്നാണ് പറയുന്നത്. തെറ്റുകളില്ലെന്ന് ഉറപ്പുവരുത്തുന്ന ഒരു പരിശോധന എന്നതിൽ നിന്ന് മാറി ഒരാളുടെ സ്വഭാവം, സമൂഹത്തിലെ പെരുമാറ്റം, നല്ല പ്രവൃത്തികൾ എന്നിവയെല്ലാം പരിഗണിച്ച് സമഗ്രമായ വിലയിരുത്തൽ നടത്തണം എന്നാണ് USCIS പറയുന്നത്. പതിറ്റാണ്ടുകൾക്കിടയിലെ ഏറ്റവും വലിയ മാറ്റമാണിത്. ഇത് ഓരോ വർഷവും നിയമപരമായി അമേരിക്കൻ പൗരത്വം നേടുന്ന ഏകദേശം 6 ലക്ഷം മുതൽ 10 ലക്ഷം വരെ ആളുകളെ ഇത് ബാധിക്കും. പുതിയ നിയമത്തിൽ നല്ല കാര്യങ്ങൾക്കാണ് കൂടുതൽ പ്രാധാന്യം നൽകുന്നത്. USCIS ഉദ്യോഗസ്ഥർ അപേക്ഷകരുടെ നല്ല സ്വഭാവങ്ങളെയും അമേരിക്കൻ സമൂഹത്തിന് അവർ നൽകുന്ന സംഭാവനകളെയും കൂടുതൽ ശ്രദ്ധിക്കണം. ഇതിനായി 6 പ്രധാന കാര്യങ്ങളാണ് പരിഗണിക്കുക. സമൂഹത്തിലെ പങ്കാളിത്തം. അമേരിക്കൻ സമൂഹത്തിൽ സ്ഥിരമായി പ്രവർത്തിക്കുകയും സംഭാവനകൾ നൽകുകയും ചെയ്യണം. കുടുംബ ഉത്തരവാദിത്തങ്ങൾ. കുടുംബത്തെ സംരക്ഷിക്കുകയും നല്ല ബന്ധങ്ങൾ നിലനിർത്തുകയും ചെയ്യുക. വിദ്യാഭ്യാസ നേട്ടങ്ങൾ. നല്ല വിദ്യാഭ്യാസം നേടുകയും പഠനം തുടരുകയും ചെയ്യുക. ജോലി പരിചയം. സ്ഥിരമായി ജോലി ചെയ്യുകയും തൊഴിൽ രംഗത്ത് നേട്ടങ്ങൾ കൈവരിക്കുകയും ചെയ്യുക. താമസ കാലാവധി. അമേരിക്കയിൽ നിയമപരമായി ദീർഘകാലം താമസിക്കുക. സാമ്പത്തിക ഉത്തരവാദിത്തം. നികുതി കൃത്യമായി അടക്കുകയും സാമ്പത്തിക കാര്യങ്ങൾ നല്ല രീതിയിൽ കൈകാര്യം ചെയ്യുകയും ചെയ്യുക. 1990-കളിൽ ഉണ്ടായിരുന്ന രീതിയിലേക്ക് തിരിച്ചു പോവുകയാണ് ഇതിലൂടെ. അന്ന് കുറ്റകൃത്യങ്ങളുടെ ചരിത്രം പരിശോധിക്കുന്നതിനൊപ്പം അപേക്ഷകരുടെ നല്ല കാര്യങ്ങളും പരിഗണിച്ചിരുന്നു. പൗരത്വത്തിന് അപേക്ഷിക്കുന്നവരെ അയോഗ്യരാക്കുന്ന കാര്യങ്ങൾ ഈ നിയമത്തിലൂടെ കൂടുതൽ വിപുലീകരിക്കുകയാണ്. കുറ്റകൃത്യങ്ങൾ കൂടാതെ അപേക്ഷകർ താമസിക്കുന്ന സ്ഥലത്തെ സാധാരണ പൗരന്മാരുടെ ശരാശരി പെരുമാറ്റത്തിന് വിരുദ്ധമായ മറ്റേത് പ്രവൃത്തിയും പരിഗണിക്കും. നിയമപരമായി തെറ്റില്ലെങ്കിലും സമൂഹത്തിൽ ഒരു പൗരൻ എങ്ങനെ പെരുമാറണം എന്നതിന് വിരുദ്ധമായ കാര്യങ്ങൾ ഇതിൽ ഉൾപ്പെടുത്തും. ട്രാഫിക് നിയമലംഘനങ്ങൾ, അതായത് അമിത വേഗതയിലുള്ള ഡ്രൈവിംഗ് അല്ലെങ്കിൽ സ്ഥിരമായി ട്രാഫിക് നിയമങ്ങൾ തെറ്റിക്കുക. സാമൂഹിക പെരുമാറ്റം, അതായത് മറ്റുള്ളവരെ ശല്യപ്പെടുത്തുകയോ ആക്രമണാത്മകമായി യാചിക്കുകയോ ചെയ്യുക. പൗരബോധമില്ലായ്മ, അതായത് നിയമപരമായി തെറ്റില്ലെങ്കിലും സമൂഹത്തിന് അംഗീകരിക്കാൻ കഴിയാത്ത പ്രവൃത്തികൾ ചെയ്യുക. ഓരോ കേസും പ്രത്യേകം പരിശോധിക്കാൻ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അപേക്ഷകന്റെ പ്രവൃത്തികൾ പൗരത്വം നിഷേധിക്കാൻ തക്കതാണോ എന്ന് ഉദ്യോഗസ്ഥർ തീരുമാനിക്കും. കുടിശ്ശികയുള്ള ചൈൽഡ് സപ്പോർട്ട് പേയ്മെൻറ്റ്സ് അടച്ചു തീർക്കുക. നികുതി കുടിശ്ശികകൾ അടയ്ക്കുക. കോടതിയുടെ നിർദ്ദേശങ്ങൾ അനുസരിക്കുക. നല്ല സ്വഭാവത്തെക്കുറിച്ച് നാട്ടുകാരിൽ നിന്ന് അഭിപ്രായങ്ങൾ തേടുക. തെറ്റ് ചെയ്തവരെ നേരായ വഴിയിലേക്ക് കൊണ്ടുവരാൻ സഹായിക്കുക. സർക്കാരിൽ നിന്ന് അധികമായി ലഭിച്ച ആനുകൂല്യങ്ങൾ തിരിച്ചടക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ തെറ്റുകൾ ചെയ്തവർക്ക് തങ്ങളുടെ സ്വഭാവം നന്നാക്കാൻ അവസരമുണ്ട്. ഈ നയം നടപ്പാക്കുന്നതിലൂടെ US പൗരത്വ സമ്പ്രദായം കൂടുതൽ മെച്ചപ്പെടുത്താൻ കഴിയുമെന്നാണ് ട്രംപിൻ്റെ ഭരണകൂടം വിശ്വസിക്കുന്നത്. US പൗരത്വം എന്നത് ഏറ്റവും വലിയ അംഗീകാരമാണ്. അത് ലോകത്തിലെ ഏറ്റവും മികച്ചവർക്ക് മാത്രം നൽകാനുള്ളതാണ് എന്നാണ് USCIS വക്താവ് മാത്യു ട്രാഗസർ പറഞ്ഞത്. കൂടാതെ അമേരിക്കയുടെ പുതിയ പൗരന്മാർ അമേരിക്കയുടെ സംസ്കാരം, ചരിത്രം, ഭാഷ എന്നിവയെ സ്നേഹിക്കുകയും നല്ല സ്വഭാവം പ്രകടിപ്പിക്കുകയും വേണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പൗരത്വം നൽകുന്നത് USCISന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ജോലിയാണെന്നും അപേക്ഷകർ രാജ്യത്ത് ജീവിക്കാനും ജോലി ചെയ്യാനുമുള്ള അവകാശം മാത്രമല്ല, സമൂഹത്തിൽ ഉത്തരവാദിത്തമുള്ള അംഗങ്ങളായിരിക്കണമെന്നും ഈ നയം പറയുന്നു. 1790-ലെ നാച്ചുറലൈസേഷൻ ആക്ട് മുതൽ നല്ല സ്വഭാവം എന്നത് പൗരത്വ നിയമത്തിലെ പ്രധാന ഭാഗമാണ്. കാലക്രമേണ ഇതിൽ പല മാറ്റങ്ങളും വന്നിട്ടുണ്ട്. 1990-കൾക്ക് മുമ്പ് ഉദ്യോഗസ്ഥർക്ക് കൂടുതൽ വിവേചനാധികാരമുണ്ടായിരുന്നു. അവർ കുറ്റകൃത്യങ്ങൾ മാത്രം നോക്കാതെ അപേക്ഷകരുടെ നല്ല സ്വഭാവങ്ങളും പരിഗണിച്ചിരുന്നു. 1990-ലെ ഇമിഗ്രേഷൻ ആക്ട്, 1996-ലെ ഇല്ലീഗൽ ഇമിഗ്രേഷൻ റീഫോം ആൻഡ് ഇമിഗ്രൻ്റ് റെസ്പോൺസിബിലിറ്റി ആക്ട് എന്നിവ വന്നതോടെ നിയമം കൂടുതൽ കർശനമായി. കുറ്റകൃത്യങ്ങൾക്കും മറ്റ് നിയമപരമായ തടസ്സങ്ങൾക്കും കൂടുതൽ പ്രാധാന്യം നൽകി. എന്നാൽ ട്രംപിൻ്റെ ഭരണകൂടം ഈ രീതി മാറ്റാൻ ശ്രമിക്കുകയാണ്. പഴയ രീതിയിലൂടെ സമഗ്രമായ വിലയിരുത്തൽ നടത്താനാണ് പുതിയ നിർദ്ദേശം. ഈ നിയമം നിലവിലുള്ള നിയമങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നടപ്പാക്കുന്നത്. ഇമിഗ്രേഷൻ ആൻഡ് നാഷണാലിറ്റി ആക്ടിലെ കാച്ച് ഓൾ ക്ലോസ് അനുസരിച്ച് ഒരു വ്യക്തിക്ക് നല്ല സ്വഭാവമില്ലെന്ന് കണ്ടെത്താൻ സാധിക്കും. ഹുസൈൻ വി ബാരറ്റ് കേസിൽ കോടതി വിദ്യാഭ്യാസം, കുടുംബ ഉത്തരവാദിത്തങ്ങൾ, തൊഴിൽ എന്നിവയെല്ലാം പരിഗണിക്കുമെന്നും അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. ഈ പുതിയ നയം നിയമപരമായ കുടിയേറ്റത്തെ പ്രതികൂലമായി ബാധിക്കുമെന്ന് വിദഗ്ധർ പറയുന്നു. ഡഗ് ഡ്രാൻസ് എന്ന മുൻ USCIS ഉദ്യോഗസ്ഥൻ ഈ നിയമം നിയമപരമായ കുടിയേറ്റക്കാർ പൗരത്വത്തിന് അപേക്ഷിക്കുന്നതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ഉണ്ടാക്കിയതാണെന്ന് വിമർശിച്ചു. ചെറിയ തെറ്റുകൾ പോലും പൗരത്വം നിഷേധിക്കാൻ കാരണമാവുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കാൻ ശ്രമിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. ട്രാഫിക് നിയമലംഘനങ്ങൾ പോലും പൗരത്വം നിഷേധിക്കാൻ കാരണമാവുന്നതിനെക്കുറിച്ചും അദ്ദേഹം വിമർശിച്ചു. ഓരോരുത്തരുടെയും സ്വഭാവം വിലയിരുത്തുന്ന രീതിക്ക് വ്യക്തമായ മാനദണ്ഡങ്ങളില്ലാത്തതിനാൽ പലയിടത്തും വ്യത്യസ്ത രീതിയിലായിരിക്കും ഇത് നടപ്പാക്കുക. ട്രംപിൻ്റെ ഭരണകൂടം കുടിയേറ്റ നിയമങ്ങളിൽ പല മാറ്റങ്ങളും വരുത്തിയിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ പുതിയ നയം കൊണ്ടുവരുന്നത്. ഇതിനോടകം തന്നെ അഭയാർത്ഥികളുടെ എണ്ണം കുറയ്ക്കുകയും നിയമപരമായ കുടിയേറ്റത്തിനുള്ള സോഷ്യൽ മീഡിയ വെറ്റിംഗ് ശക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്.
ഈ നയം നിയമപരമായ കുടിയേറ്റം തടസ്സപ്പെടുത്താനുള്ള ശ്രമമാണെന്ന് കരുതുന്നവരുണ്ട്. 2025 ഓഗസ്റ്റ് 15 മുതൽ ഈ നയം പ്രാബല്യത്തിൽ വന്നു. നിലവിൽ പൗരത്വത്തിന് അപേക്ഷിച്ചവരെയും ഇത് ബാധിക്കും. USCIS ഓരോ വർഷവും ലക്ഷക്കണക്കിന് അപേക്ഷകളാണ് പരിഗണിക്കുന്നത്. അതിനാൽ ഈ നയം അംഗീകാര നിരക്കുകളെയും പ്രോസസ്സിംഗ് സമയത്തെയും ബാധിക്കാൻ സാധ്യതയുണ്ട്. ഈ നയം പഴയ രീതിയിലേക്ക് മടങ്ങാനുള്ള ശ്രമമാണെന്ന് ഭരണകൂടം പറയുന്നുണ്ടെങ്കിലും നിയമത്തിൽ വ്യക്തമായി പറയാത്ത കാര്യങ്ങൾ കൂടി പരിഗണിക്കുന്നത് നിയമപരമായി ചോദ്യം ചെയ്യപ്പെട്ടേക്കാം. ഈ നിയമം എങ്ങനെയാണ് നടപ്പാക്കുന്നതെന്ന് കുടിയേറ്റത്തെ പിന്തുണക്കുന്ന സംഘടനകളും നിയമവിദഗ്ധരും ശ്രദ്ധയോടെ നിരീക്ഷിക്കുന്നുണ്ട്. ഇത് പൗരത്വത്തിനുള്ള നിയമപരമായ കാര്യങ്ങൾ കൂടുതൽ സങ്കീർണമാക്കും. അതുപോലെ അമേരിക്കൻ പൗരത്വം നേടാൻ ആഗ്രഹിക്കുന്ന കുടിയേറ്റക്കാർക്ക് ഇത് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കും. സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും. ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ. വാർത്തകൾ ആസ്വദിക്കാം. എല്ലാം ഇനി സമയത്തിൽ.